ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോം കിച്ചൺ ഷോബി ഡേവീസ്. ഇപ്പോൾ ഈ സമയത്ത് നമ്മുടെ കുട്ടികളെല്ലാവരും വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അതായത് പുറമേ ഒന്നും പോകാൻ പറ്റുന്നില്ല, ഐസ്ക്രീം ഒന്നും വാങ്ങി കഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു എൻജോയ്മെൻറ്റിനെല്ലാം ഒരു തടസ്സമായിട്ടിരിക്കുന്ന സമയമായതുകൊണ്ട് നമുക്ക് അവർക്ക് ഒരു അമ്മമാർക്ക് ഒരു സ്വീറ്റ് ആൻഡ് സോർ ഡിഷ് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. വളരെ സ്വീറ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റും, എന്നാൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ മാംഗോ ശ്രീഖണ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ മാംഗോ ശ്രീഖണ്ഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ് എന്നീ സ്ഥലങ്ങളാണ്. അവിടെയാണ് ഇത് പോപ്പുലർ ആയിട്ട് ഈ മാംഗോ ശ്രീഖണ്ഡ് ഉണ്ടാക്കി വരുന്നത്. എന്നാൽ നമുക്കും ഒരു ചേഞ്ചായി മാംഗോ ഉപയോഗിച്ചുകൊണ്ട്, മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് മാങ്ങ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ശ്രീഖണ്ഡ്, മാംഗോ ശ്രീഖണ്ഡ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും കുട്ടികൾക്ക് അതിനു വേണ്ടി കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്ത് എങ്ങനെ നിങ്ങളത് ഉണ്ടാക്കിയെടുക്കുമെന്ന് മനസ്സിലാക്കി എല്ലാവരും കുട്ടികൾക്ക് വേണ്ടി ഒന്ന് ഉണ്ടാക്കി കൊടുക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ഞാനിപ്പോൾ ഇവിടെ അൽഫോൺസോ മാംഗോയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരു മാങ്ങയുടെ പൾപ്പ്, അതായത് മിക്സിയിൽ നല്ലതുപോലെ നമ്മൾ അടിച്ച് ഇങ്ങനെ ഈ രൂപത്തിലുള്ള പൾപ്പാക്കി നമ്മൾ എടുക്കണം അത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മാങ്ങ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ കേരളത്തിലാകുമ്പോൾ വളരെയധികം നല്ല നല്ല മാംഗോസൊക്കെ നമുക്ക് കിട്ടും. ഇപ്പോൾ ഇവിടെ ബോംബെയിലാവുമ്പോൾ എല്ലാവരും അൽഫോൺസോ മാംഗോസ് സമ്മർ ആയാൽ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ അൽഫോൺസോ മാംഗോസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ഷുഗറാണ്, ഒരു 4 ടീസ്പൂൺ ഷുഗർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് മധുരം വേണമെങ്കിൽ അതിനനുസരിച്ചൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ കുറച്ച് ഏലക്കായ, ഒരു 4-5 ഏലക്കായ ഇങ്ങനെ ഇതുപോലെ പൊടിച്ച് എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കുറച്ച് ആവശ്യമുള്ളത്. അതിന് ഈ മാംഗോ ശ്രീഖണ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് ഇതിൽ പിസ്ത, ആ ഗ്രീൻ കളറിൽ കാണുന്നത് പിസ്ത നമുക്ക് മെയിനായിട്ട് ആവശ്യമുണ്ട്. പിസ്ത നമ്മൾ ഒന്ന് ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിർത്ത് അതിൻ്റെ സ്കിൻ ഒന്ന് റിമൂവ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത്. പിന്നെ ഈ ബദാം ആയാലും അതിനെ നമ്മളൊന്ന് രാത്രി ഒന്ന് സോക്ക് ചെയ്ത് വെച്ച് രാവിലെ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നമ്മുടെ ദഹനത്തിനെല്ലാം ഡൈജഷൻ നല്ലതാവാനും ഒക്കെ നല്ലതാവുന്നത്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. പിന്നെ കുറച്ച് കാജു, ഈ 3 ഡ്രൈ ഫ്രൂട്ടാണ് ഞാനിവിടെ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ള ഒന്നാണ് ഈ ഹങ് കേർഡ് എന്ന് പറയുന്നത്. ഈ ഹങ് കേർഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതുപോലെ ഒരു മസ്ലിൻ ക്ലോത്തിൽ ഇതിപ്പോൾ ഒരു 400 ഗ്രാം തൈര്, അതായത് നമ്മുടെ യോഗേർട്ട്, അതായത് ഷോപ്പിംഗ് മോളിലൊക്കെ നന്നായിട്ട് കിട്ടും. പിന്നെ നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഇഷ്ടം പോലെ തൈരുണ്ടായിരിക്കും. അപ്പോൾ ആ തൈര് ഒരു 400 ഗ്രാം ഇതുപോലെ അങ്ങ് കെട്ടിവെച്ച് ഞാൻ ഒരു 4 മണിക്കൂർ ഇതുപോലെ ഒരു മസ്ലിൻ ക്ലോത്തിൽ കെട്ടിവെച്ച് അതിൻ്റെ വെള്ളമെല്ലാം വാർന്നു പോകാൻ, വെള്ളമാണ് ആ കാണുന്നത്, അതൊരു വാർന്നു പോകാൻ ഒരു 3-4 മണിക്കൂർ നേരം ഇങ്ങനെ വെച്ചതിന് ശേഷം ഞാനതിനെ ഇന്നലെ ഫ്രിഡ്ജിലോട്ട് അങ്ങ് വെച്ചു. ഫ്രിഡ്ജിലോട്ട് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അത് പുളിച്ചു പോവാതെ നല്ല അധികം പുളിപ്പില്ലാത്ത ഒരു ഇതായി കിട്ടാൻ, ഹങ് കേർഡ് എന്ന് പറയും, ഹങ് കേർഡായി കിട്ടാനാണ് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചത്. അപ്പോൾ ഞാൻ അതിൽ നിന്നും ഒരു പകുതിയാണ് ഇന്നിപ്പോൾ ഉപയോഗിക്കുന്നത്. ഒരു 400 ഗ്രാമിൻ്റെ അല്ലേ, അപ്പോൾ നമുക്ക് ഒരു മാങ്ങയ്ക്ക് ഒരു 200 ഗ്രാം നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അതിൽ നിന്നും ഒരു പകുതി ഞാനിവിടെ എടുത്തു വച്ചിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്, അതായത് ഹങ് കേർഡിൽ നിന്ന് പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഏലക്കായ പൊടിച്ചത് നമ്മൾ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യും. ഇപ്പോൾ ഏലക്കായ പൊടിച്ചത് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്നും കുറച്ചെടുത്ത് നമ്മളിതിൽ മിക്സ് ചെയ്യണം. പിന്നെ ഈ ഷുഗറും ഒരു 1.5 ടീസ്പൂണ്, 4 ടീസ്പൂൺ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു 2 ടീസ്പൂണ് ഷുഗറും കൂടെ ആഡ് ചെയ്ത് ഈ ഹങ് കേർഡും ഏലക്കായും ഷുഗറും കൂടെ ആഡ് ചെയ്ത് നമ്മൾ നന്നായി കൈ കൊണ്ട് ഇളക്കി, അതായത് മിക്സിയിലൊന്നും ആക്കിയെടുക്കാതെ നന്നായി അത് ഇങ്ങനെ നല്ലതുപോലെ ഇളക്കി നല്ലതുപോലെ അതിനൊരു പേസ്റ്റാക്കി നമ്മളിങ്ങനെ എടുക്കണം. കൈ കൊണ്ട് തന്നെ ചെയ്യണം, അതായത് സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അത് നന്നായി ഒന്ന് എടുക്കണം. മിക്സിയിൽ അടിച്ചാൽ ഇതിന് ടേസ്റ്റ് കിട്ടുകയും ഇല്ല, അതേസമയം അത് നന്നായി പ്രോപ്പറായിട്ട് വരികയും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഇതിങ്ങനെ മിക്സ് ചെയ്ത് നമ്മളത് വെച്ചു. പിന്നെ നമ്മൾ ഈ മാംഗോ ഉപയോഗിച്ചിട്ട്, മാംഗോ പൾപ്പ് നമ്മളിവിടെ വെച്ചത് കുറച്ച് ഷുഗർ ഇട്ട് ഇതുപോലെ കുറച്ച് ഷുഗർ ഇട്ട് നമ്മൾ ഇതുപോലെ
നന്നായി ഒന്ന് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. നമ്മൾ ഷുഗറിട്ട് മാംഗോ പൾപ്പിനെ ഈ വെള്ളം ഒന്ന് നന്നായി വറ്റിച്ചെടുത്ത് ഇതുപോലെ ഷുഗറിട്ട് വറ്റിച്ച് വരുമ്പോൾ ഇതിൻ്റെ കളറിലും കുറച്ചൊരു ചേഞ്ച് ഉണ്ട്. അതായത് ഒരു ഷുഗറിട്ട് വറ്റിച്ച് വരുമ്പോൾ ഇതിനൊരു കളറ് മാറ്റം വന്നിരിക്കുന്നു. മാംഗോയുടെ കളറിൽ ഒരു ഡാർക്ക് കളറായിട്ടുണ്ട്. അങ്ങനെ ഒരു ഡാർക്ക് കളറാവുന്നത് വരെ നമ്മൾ ഇതിനെ ഒന്ന് പതുക്കെ ഇളക്കി മാങ്ങയും ഒരു 2 ടീസ്പൂൺ ഷുഗറും കൂടിയിട്ട് ഇതിനെ ഇളക്കണം. അപ്പോൾ മാംഗോയുടെ പൾപ്പ് ഇങ്ങനെ ഷുഗറിട്ട് ഇളക്കി വറ്റിച്ച് അതിൻ്റെ വെള്ളം വറ്റിച്ചെടുത്തതാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മളുടെ ഈ മാംഗോ ശ്രീഖണ്ഡ് കുറേ ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് അധികം കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ, കുറച്ചൊക്കെ കഴിക്കണ്ടു. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അല്ല ഇപ്പം തന്നെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അധിക നാളത്തേക്കൊന്നും ഇരിക്കേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്യണ്ട. നമ്മൾ അങ്ങ് മാംഗോയുടെ പൾപ്പ് ഡയറക്റ്റ് അങ്ങ് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഈ മാംഗോ പൾപ്പിലേക്ക് ഈ 2 ഐറ്റം, അപ്പോൾ ഇതും നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതായത് ഹങ് കേർഡ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഷുഗർ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചു, ഏലക്കായ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചു, അതും ഈ മാങ്ങയുടെ പൾപ്പ് ഇങ്ങനെ നമ്മൾ വറ്റിച്ചെടുത്തത് ചെറിയ ഫ്ലെയിമിലായിരിക്കണം, ചെറു ചൂടിൽ ഇങ്ങനെ നമ്മൾ വറ്റിച്ച് ഷുഗറും ഇട്ട് ഇങ്ങനെ വറ്റിച്ച് ഒന്ന് എടുത്താൽ കൂടുതൽ നാൾ ഇരിക്കുകയും ചെയ്യും. അതിൻ്റെ ഫ്ലേവറിലും കുറച്ച് വ്യത്യാസമുണ്ട്. ഇങ്ങനെയും ചെയ്ത് നോക്കൂ. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മളങ്ങ് മിക്സ് ചെയ്യണം. ഈ ഹങ് കേർഡും നമ്മൾ ഇതിലോട്ടങ്ങ് നന്നായി മിക്സ് ചെയ്ത് ഇതിനെ നമ്മൾ ഇതിലോട്ടങ്ങ് മിക്സ് ചെയ്ത് നന്നായി കുറച്ചിട്ട് ഇങ്ങനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ഞാൻ മിക്സ് ചെയ്ത് എടുത്ത് വേറൊരു ബൗളിലേക്ക് പകർത്തി നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. അതായത് ഒരു ബൗളിലേക്ക് ഞാനിത് ഇങ്ങനെ പകർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ഡിഷ് ഹങ് കേർഡ് കൊണ്ട് മാംഗോ ഉപയോഗിച്ച് നമ്മുടെ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഡിഷ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. അതേസമയം കുറച്ച് ഏലക്കായ പൊടിച്ചതും നമ്മളിതിൽ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഏലക്കായ പൊടിച്ചതും ഇടുക. ഇതിനെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. അല്ല ഇനി ത്രോട്ടിന് പ്രോബ്ലം അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ കോവിഡിൻ്റെ സമയത്ത് തണുപ്പിച്ചില്ലെങ്കിലും പ്രശ്നമില്ല, അങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുക, ഏലക്കായും അതിൽ ഒന്ന് നമുക്ക് നല്ല ഫ്ലേവർ കിട്ടാനും എല്ലാറ്റിനും വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്, അതേസമയം സ്വീറ്റ് ആൻഡ് സോർ ഡെലീഷ്യസ് ഡിഷുമാണ്. അപ്പോൾ എല്ലാവരും ഈ സമയത്ത് ഈ മാംഗോ സീസണിൽ ഞാനിവിടെ സീസണൽ ഫുഡാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഓരോ സീസൺ അനുസരിച്ച് നമ്മുടെ ഭക്ഷണ രീതികളിൽ മാറ്റം വരുത്തിയാൽ കൂടുതൽ നല്ലതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ സീസണിൽ നമ്മൾ മാംഗോ നന്നായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. സ്റ്റേ ആൻഡ് സേഫ് എവരിബഡി.